ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഒരു കോവയ്ക്കാത്തോരൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഉള്ളിയും, എനിക്ക് ഉള്ളി അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത്. ചെറുതായി മൂപ്പിച്ചതിന് ശേഷം കോവയ്ക്ക ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലിഡ് വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. എല്ലാവർക്കുമൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തരണം. ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് അറിഞ്ഞുകൂടാത്തവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഒരു ചാനൽ. ആയിട്ടാണൊരു വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ലിഡ് വെച്ച് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒഴിക്കണമെന്നില്ല, ചെറിയ തീയിൽ. എൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിച്ചാലോ എന്ന് പേടിച്ച് ഒരല്പം വെള്ളം ഒഴിച്ച് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഒരല്പം ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ക്രഷ് ചെയ്ത്, ഇനി ഒരല്പം 3/4 ഭാഗത്തോളം കോവയ്ക്ക വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ കുറച്ച് തേങ്ങ വേവുന്നതിന് വേണ്ടി ഒരല്പം നേരം കൂടി നമുക്ക് ലിഡ് വെച്ച് അടച്ച് വയ്ക്കാം.